കണ്ടോ? അമ്പുടുക്കുട്ടൻ കത്തിയെടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന കത്തിയെടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പൊട്ടിയപ്പോൾ അത് ശരിയാക്കി കൊടുക്കാൻ വേണ്ടി പറയാണ്. നമ്മുടെ ഹായ് പറ. നമ്മളെ മുത്തുമണികളെ ഇഷ്ടമുള്ളവർ ഹായ് കമന്റ് ചെയ്യട്ടോ. നമ്മളെ ഇഷ്ടാങ്കുട്ടൻ ഇവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ വീഡിയോസ് എല്ലാവരും കാണണം. നെറ്റ്വർക്ക് എറർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ. എല്ലാവർക്കും കാണുന്നുണ്ടോ? വോയിസ് ഒക്കെ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ മക്കളെ വീട്ടിൻ്റെ തന്നെ പിടിച്ചിട്ട് ഇരുത്തി അവരെ വളർത്തരുത് കേട്ടോ. നമ്മൾ അവരെ നമ്മൾ വലുതായ പോലെ തന്നെ നമ്മളെ മക്കളെയും വലുതാക്കാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ കളിച്ച് വളർന്ന പോലെ അപ്പുറത്തെ വീട്ടിൽ പോയി കളിക്കുക, എല്ലാവരും കൂട്ടം കൂടി കളിക്കുക, അങ്ങനത്തതൊന്നുമില്ല. എന്നാലും വീട്ടിലുള്ള സമയം അവരെ മാക്സിമം അവരെ എൻജോയ്മെൻറ്റിന് വിടുക കേട്ടോ. കാരണം മക്കളല്ലേ, ഇപ്പോഴൊക്കെ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെ ഇഷ്ടത്തിനനുസരിച്ച് വിടുക. അപ്പം ആരും ഇല്ലേ? ഒരു ഹായെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കുഞ്ഞുമണീസ് നല്ല കളിയാട്ടോ. ആ കുഞ്ഞു മണ്ണ് നിറച്ച് കളിച്ചു. കണ്ട അവൻ്റെ കോലം. കുറച്ചു നേരം കളിക്കട്ടെ എന്നെഴുതി അങ്ങനെ വിടുന്ന കേട്ടോ. എല്ലാരും ചായയൊക്കെ കുടിച്ചോ? എന്താ വർത്താനം? അപ്പൊ ഇതാ നമ്മുടെ അമ്പുഡൂസ് ഇതാ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിവിടെ നല്ല കാറ്റ് വീശുന്നുണ്ട്. വൈകുന്നേര സമയത്ത് പുറത്ത് ഇങ്ങനെ വന്നിരിക്കും നല്ല സുഖാട്ടോ. ചുറ്റിന് നല്ല റബ്ബർ ആയതുകൊണ്ട് നല്ല കാറ്റ് വീശുമ്പോൾ നല്ല സുഖാട്ടോ ഈ വൈകുന്നേരത്ത് ഇങ്ങനെ ഇരിക്കാൻ. പിന്നെ നമ്മളെ ഇച്ചൂസ് മണ്ണ് ഭയങ്കര വഴക്കാണ്. മണ്ണൊക്കെ കുറച്ച് നിറച്ചു കൊടുക്കാം. നിങ്ങൾ ഇതേപോലെ മണ്ണ് ഹലോ ഫ്രണ്ട്സ്, ആരും ഇല്ലേ? നമ്മളെ ഹാപ്പിനെസ്സിനുള്ളത് നമ്മൾ ചെയ്യട്ടോ. നമ്മളെ മക്കളെ ഇങ്ങനെ അവരെ ഇഷ്ടത്തിന് കുറച്ച് നേരം വിടുക. അല്ലാതെ ഏത് സമയവും ഫോണും ടി വിയും ഇതൊക്കെ ആയിട്ട് വീടിൻ്റെ ഉള്ളിൽ തന്നെ അടച്ചു പൂട്ടിയിരുത്തി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാവേ. ഞങ്ങൾക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ പുറത്താണ്. കളിപ്പാട്ടങ്ങൾ ഫുള്ള് പുറത്താട്ടോ. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അമ്പുടു കച്ചാനോ? ഹായ് പറ ഇച്ചു. ഓക്കെ ഇച്ചു വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരാൻ പോയതാ.